أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. കേരളത്തിൽ പ്രചാരം നേടുകയും പണ്ഡിത പാമര ഭേദമന്യേ സർവ്വ ആളുകളുടെയും നാക്കിൻ തുമ്പിൽ തത്തിക്കളിക്കുകയും ചെയ്യുന്ന മൗലിദാണ് മങ്കൂസ് മൗലിദ്. ഒരു മുഖവുരയുടെ ആവശ്യമില്ലാതെ എല്ലാവർക്കും സുപരിചിതമാണ്. യഥാർത്ഥത്തിൽ എന്താണ് മൗലിദുകളുടെ അന്തസത്ത എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സച്ചരിതരുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പറയുക, അംബിയാ, ഔലിയാ, ഉലമാ തുടങ്ങിയ മഹാന്മാരുടെ ചരിത്രങ്ങളും പ്രകീർത്തനങ്ങളും ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നതാണ് മൗലിദുകൾ ഉൾക്കൊള്ളുന്ന അതിൻ്റെ ആശയം. ഇത് അറബിയിൽ പദ്യമായി ചൊല്ലുമ്പോൾ ഖസീദ എന്ന് പറയും. ഉദാഹരണത്തിന് ഖസീദത്തു ബാനത്ത് സുആദ്, ഖസീദത്തുൽ ബുർദ, ഖസീദത്തുൽ ഖുതുബിയ്യ തുടങ്ങിയവ നമുക്കറിയാം. ഈ പ്രകീർത്തനങ്ങൾ തന്നെ മലയാളത്തിൽ പദ്യമായി ചൊല്ലുമ്പോൾ മാലകൾ എന്ന് നാം അതിനെ വിളിക്കുന്നു. മുഹിയുദ്ദീൻ മാലയും അതുപോലെ റിഫായി മാലയും മറ്റു മാലകൾ നാം അറിവുള്ളതാണ്. എന്നാൽ ഈ മഹാന്മാരുടെ ചരിത്രങ്ങൾ, പ്രകീർത്തനങ്ങൾ ഗദ്യ പദ്യ സമ്മിശ്രമായി അറബിയിൽ പറയുമ്പോൾ അതിന് മൗലിദ് എന്നും പറഞ്ഞു വരുന്നു. ഇത്തരം സച്ചരിതരുടെ പ്രകീർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരുടെ ചരിത്രങ്ങൾ ഓരോന്നോരോന്ന് വിശദീകരിച്ചിട്ട് സൂറത്തു മറിയമിൽ പറയുന്നത് കാണാം. വജഅൽനാ ലഹും ലിസാന സുദ്ഖിൻ അലിയ. അവർക്ക് മഹാന്മാരെക്കുറിച്ചുള്ള പുകഴ്ത്തലുകൾ നാം അവർക്ക് വലിയ ദൃഷ്ടാന്തമായി നൽകി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരു വലിയ ഭാഗം തന്നെ മഹാന്മാരുടെ ചരിത്രങ്ങളാണ്. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സുദ്ദീഖൻ നബിയ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള മൗലിദ്. അതുപോലെ തന്നെ വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ. മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ. വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ് ഇന്നഹു കാന സുദ്ദീഖൻ നബിയ വറഫഅനാഹു മകാനൻ അലിയ. ഇങ്ങനെ വ്യത്യസ്ത ആയത്തുകൾ ഓരോന്നോരോന്നായി ഞാൻ വിശദീകരിക്കുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അവിടുത്തെ സ്വഹാബി വര്യനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പുകഴ്ത്തി പറഞ്ഞത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ 1155 നമ്പറായി റിപ്പോർട്ട് ചെയ്തത് കാണാം. അതിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി അവസാനം ഓടുന്നു പാടി, യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദസ്തസ്ഖലത് ബിൽ മുശ്രികീനൽ മദാജിഉ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പദ്യമായിട്ട് തന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹിയെ പുകഴ്ത്തിക്കൊണ്ട് സ്വഹാബി വര്യൻ പാടുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് മാത്രമല്ല, മഹാന്മാരായ മറ്റ് മഹത്തുക്കളുടെ ഔലിയാക്കളുടെ ഒക്കെ ഇതുപോലെ പ്രകീർത്തനങ്ങൾ നടത്തണം എന്ന് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നവരാണ്. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, നീ എന്നെക്കുറിച്ച് എപ്പോഴും പാടാറുണ്ട്, പറയാറുണ്ട്. ഹൽ ഖുൽത ഫീ അബീബക്രിൻ ഷൈഅ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നീ വല്ലതും പാടിയിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ
ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ ഉണ്ട്, എങ്കിൽ പാടൂ, ഖുൽ അസ്മഅ, ഞാൻ അതൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് പാടുകയാണ്, വസാനിയ സ്നൈനി ഫിൽ ഗാരിൽ മുനീഫി വഖദ് ത്വാഫൽ അദുവ്വു ബിഹി ഇദ് സ്വഇദൽ ജബല വകാന ഹിബ്ബ റസൂലില്ലാഹി ഖദ് അലിമു മിനൽ ബരിയത്തി ലം യഅദിൽ ബിഹി റജുല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായ അവിടുത്തെ ഹിബ്ബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചുള്ള പുകഴ്ത്തലുകൾ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പാടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, സ്വദഖ്ത യാ ഹസാൻ ഹുവ കമാ ഖുൽത്. ഹസാനെ, നീ പറഞ്ഞത് 100% ശരിയാണ്, ശരിയാണെന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇനി വഫാത്തായ മഹാന്മാരെക്കുറിച്ച് പാടിപ്പുകഴ്ത്തണം എന്ന് തന്നെയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നത്. ഇമാം ത്വബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ മരിച്ചുപോയ ആളുകളെക്കുറിച്ച് നന്മ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് വന്ന മഹാന്മാരെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും അതുപോലെ മഹാന്മാരെക്കുറിച്ചുമുള്ള മദ്ഹുകൾ പാടിയും പറഞ്ഞും ഒരുപാട് ഗ്രന്ഥരചനകൾ, മൗലിദുകൾ രചിച്ചതായി നമുക്ക് കാണാൻ കഴിയും. സ്വഹാബി വര്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് രചിച്ച മൗലിദിൻ്റെ കയ്യെഴുത്തു പ്രതി കൈറോയിലെ മക്തബത്തുൽ അസ്ഹരിയയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഖിസാനത്തുൽ തുറാസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതു കാണാം. ഹിജ്റ 207 വഫാത്തായ ഇമാം വാഖിദി റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് രചിച്ചിട്ടുള്ള മൗലിദ് സൗദിയിലെ കിങ് ഫൈസൽ സെൻട്രൽ ലൈബ്രറിയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ഡമസ്കസിലെ മക്തബത്തുൽ ലാഹിരിയയിലും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ഹിജ്റ 287 വഫാത്തായ ഇബ്നു ആസിം ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ഒരു വലിയ മൗലിദ് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ത്വബഖാത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇമാം ഗസാലി, ഷെയ്ഖ് ജീലാനി, ഷെയ്ഖ് റിഫായി, ഹാഫിദ് ഇബ്നുൽ ജൗസി, ഇബ്നു കസീർ, ഇമാം ഖുർത്തുബി, ഖതീബ് ഷിർബീനി, ഇമാം ബുൽഖീനി, ഹാഫിദുൽ ഇറാഖി, ഇമാം സഖാവി, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇമാം ഖാലി ഇയാദ്, മുല്ല അലിയുൽ ഖാരി, ഇബ്നു ഹജറുൽ ഹൈതമി, ഇമാം സുബ്കി അടക്കമുള്ള ഒട്ടേറെ പണ്ഡിതന്മാർ ഒരുപാട് മൗലിദുകൾ രചിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ഒരുപാട് മൗലിദുകളിൽ നിന്ന് സമാഹരിച്ചുണ്ടാക്കിയ മൗലിദാണ് മങ്കൂസ് മൗലിദ് എന്ന പേരിൽ ഇന്ന് നാം ഒക്കെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മങ്കൂസ് എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം ചുരുക്കപ്പെട്ടത് എന്നാണ്. വ്യത്യസ്ത മൗലിദുകളിൽ നിന്ന് ചുരുക്കിയുണ്ടാക്കിയതാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ആണ് അവിടുന്ന് അതിൻ്റെ രചന പൂർത്തീകരിച്ചത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രചിച്ച ഈ മൗലിദ് നൂറ്റാണ്ടുകളായി കേരളത്തിൽ എല്ലാവരും ചൊല്ലിപ്പോരുന്നതാണ്. എന്നാൽ ചില കോണുകളിൽ നിന്ന് ചില അപശബ്ദങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ അർഷദി ടോക്ക് സീരീസ് എന്ന പേരിൽ ഒരു ചർച്ച സംഘടിക്കപ്പെട്ടിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഈ ചർച്ചയിൽ നമ്മോട് സംവദിക്കാൻ എത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് നീങ്ങുകയാണ്. ആദ്യമായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സയ്യിദ് അൻവർ സാദാത്ത് സാദി അൽ അർഷദി നടുവട്ടം, സമസ്ത തൃശ്ശൂർ ജില്ലാ മുഷാവറാംഗം,
SYS വടക്കാഞ്ചേരി സോൺ ഫിനാൻസ് സെക്രട്ടറി, കോഴിക്കര കാം ഖുർആൻ അക്കാദമി പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ കൗൺസിൽ ഫോർ അർഷദി സ്കോളേഴ്സ് പ്രസിഡൻറ്റ് സയ്യിദ് അവർകളെ ഈ ടോക്ക് സീരീസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് പ്രതിനിധിയായി പങ്കെടുക്കുന്നത് സയ്യിദ് അലവി നിസാമി അൽ അർഷദി സമസ്ത പട്ടാമ്പി മേഖല സെക്രട്ടറിയാണ്. SYS പാലക്കാട് ജില്ലാ ഡയറക്ടറേറ്റ് അംഗമാണ്. നിസാമീസ് അസോസിയേഷൻ സ്റ്റേറ്റ് ഫിനാൻസ് സെക്രട്ടറിയാണ്. കൗൺസിൽ ഫോർ അർഷദി സ്കോളേഴ്സ് കാസ് കേരളയുടെ ജനറൽ സെക്രട്ടറിയാണ്. സാദരം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നത് സുബൈർ സാദി അൽ അർഷദി വളാഞ്ചേരി പ്രിൻസിപ്പൽ സൈനുസുന്ന ഇസ്ലാമി അക്കാദമി, കൗൺസിൽ ഫോർ അർഷദി സ്കോളേഴ്സ് വൈസ് പ്രസിഡൻറ്റ്. മറ്റൊരു പ്രതിനിധി ഡോക്ടർ അബ്ദുൽ നാസർ അൽ അർഷദി, ആൾ കേരള ഹോമിയോപ്പതിക് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡൻറ്റ്, കൗൺസിൽ ഫോർ അർഷദി സ്കോളേഴ്സ് അഡ്മിനിസ്ട്രേഷൻ സെക്രട്ടറി. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് മൂസൽ അമീൻ സഖാഫി അൽ അർഷദി പെരിന്തല്ലൂർ, തിരൂർ മേഖല സമസ്ത മുഷാവറ അംഗം, ബദറുൽ ഹുദ ദഅവാദർസ് പ്രിൻസിപ്പൽ, കൗൺസിൽ ഫോർ അർഷദി സ്കോളേഴ്സ് ട്രെയിനിങ് സെക്രട്ടറി. ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ടോക്ക് സീരീസിൽ സംബന്ധിക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് അബ്ദുൽ ഹക്കീം അഹ്സനി അൽ അർഷദി തൊഴിയൂർ, SYS തൃശ്ശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം, വടക്കേക്കാട് സോൺ SYS ജനറൽ സെക്രട്ടറി, കൗൺസിൽ ഫോർ അർഷദി സ്കോളേഴ്സ് മീഡിയ സെക്രട്ടറി കൂടിയാണ്. നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് മങ്കൂസ് മൗലിദിൻ്റെ പ്രാമാണികത എന്ന വിഷയത്തെ അധികരിച്ചുള്ള അർഷദി ടോക്ക് സീരീസിലേക്ക് നമ്മൾ കടക്കുകയാണ്. സാദരം സ്വാഗതം ചെയ്യുന്നു. ചർച്ചയിലേക്ക് കടക്കാം. ബഹുമാനനായ ഇർഷാദിയ ഖുർആൻ അക്കാദമി പ്രിൻസിപ്പളും SYS കൊളത്തൂർ സോൺ സെക്രട്ടറിയും കാസ് കേരളയുടെ കോർഡിനേറ്ററുമായ ഹാഫിദ് മുഹമ്മദ് ഷരീഫ് സഖാഫി അവർകൾ ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ കേരളീയ മുസ്ലിം സമൂഹം നെഞ്ചോടു ചേർത്ത് അവരുടെ സന്തോഷ സന്താപ ഘട്ടങ്ങളിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ കൃതിയാണ് മങ്കൂസ് മൗലിദ്. എന്നാൽ ഇന്ന് ചില അപശബ്ദങ്ങൾ ഈ കൃതിയെക്കുറിച്ച് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവ് അറിയപ്പെടാത്തയാളാണെന്നും ആരോ കെട്ടിപ്പടുത്തുണ്ടാക്കിയ കൃതിയാണെന്നും മങ്കൂസ് മൗലിദിനെക്കുറിച്ച് ആരോപിക്കുമ്പോൾ ഈ ആരോപണത്തിനൊരു ചുരുളടിക്കൽ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ഈ ടോക്ക് സീരീസിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ ചുരുളുകൾ അഴിച്ച് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ആദ്യമായി ടോക്ക് സീരീസിലെ ചർച്ച അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. മങ്കൂസ് മൗലിദ് എന്താണെന്നും അതിൻ്റെ രചനാ പശ്ചാത്തലം എന്താണെന്നും ആരാണ് മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവ് എന്നുമെല്ലാമുള്ള വിഷയങ്ങൾ അത് ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രധാനമായും രണ്ട് രീതിയിലാണ് ചരിത്രം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് വരമൊഴിയായും മറ്റൊന്ന് വാമൊഴിയായും. വാമൊഴിയായി നമുക്ക് കൈമാറി കിട്ടിയ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവും ആരാണ് എന്നുള്ളതും അതിൻ്റെ രചനാ പശ്ചാത്തലവുമൊക്കെ. അത് തലമുറയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ ഒരു ചരിത്ര വസ്തുതയാണ്. അഷേഖ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അൽ ഫാനായി കുളമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തുടങ്ങിയ പർവ്വതസമന്മാരായ പണ്ഡിതവര്യണ്യരിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ ഒരു യാഥാർത്ഥ്യം കൂടിയാണ് മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവ് മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെ ഇസ്ലാമിക നവജാഗരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന അഷേഖ് സൈനുദ്ദീൻ ഇബിൻ അലി ബിൻ അഹ്മദ് അഷ്ശാഫിഈ അൽ അശ്അരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ മഹ്ദൂം തങ്ങളാണ് എന്നുള്ള നഗ്നമായ സത്യം.
ഇത് നമുക്ക് കൈമാറി കിട്ടിയ ഒരു യാഥാർത്ഥ്യമാണ്. വാമൊഴിയായി തലമുറകളിലൂടെ നമുക്ക് കിട്ടിയ ഒരു ചരിത്ര സംഭവമാണ്. മാത്രവുമല്ല, ഇത് 5-10 ആളുകൾ രഹസ്യം പറഞ്ഞ ഒരു സംഭവമല്ലല്ലോ, മറിച്ച് നൂറ്റാണ്ടുകളായി ജനലക്ഷങ്ങൾ കൈമാറി വന്ന മുത്തവാത്തിർ കണക്കെ സ്ഥിരപ്പെട്ടൊരു സംഭവം കൂടിയാണ്. മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവ് അത് മഖ്ദൂം തങ്ങൾ, വലിയ മഖ്ദൂം തങ്ങൾ ആണ് എന്നുള്ള വിഷയം അത് കാലങ്ങളായി നമ്മൾ വിശ്വസിച്ചു പോരുന്നു. ലക്ഷങ്ങളത് സമ്മതിക്കുന്നു. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യം കൂടിയാണ്. എന്നാൽ ഈ വാമൊഴിയായി നമുക്ക് ലഭിച്ച ഈ ചരിത്ര സത്യത്തെ മറ്റൊരു രേഖ കൂടി അതിനെ ശക്തിപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. നോക്കൂ, മങ്കൂസ് മൗലിദ് രചിക്കുമ്പോൾ അതിൻ്റെ രചയിതാവ് അവലംബിച്ച ഒരുപാട് കൃതികളുണ്ട്, ഒരുപാട് രചനകളുണ്ട്. ആ കൃതികളുടെ കൂട്ടത്തിൽ അതിപ്രധാനമായ ഒരു കൃതിയാണ് അർഫുത്ത് തഅരീഫ് ബിൽ മൗലിദി ഷരീഫ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഹിജ്റ 833 വഫാത്തായ അൽ ഹാഫിദ് അൽ മുഖരി അബുൽ ഖൈർ ഷംസുദ്ദീൻ ഇബ്നുൽ ജസരി റഹിമഹുല്ല എന്ന വലിയ പണ്ഡിതർ, വലിയ ഇമാം, അദ്ദേഹം രചിച്ച ഈ അർഫുത്ത് തഅരീഫ് എന്ന് പറയുന്ന ഈ കൃതി മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവ് അവലംബിച്ചിട്ടുണ്ട് എന്നത് ഈ മങ്കൂസ് മൗലിദ് പാരായണം ചെയ്ത, അതുപോലെ അർഫുത്ത് തഅരീഫ് എന്ന കിതാബ് പാരായണം ചെയ്ത ഏതൊരാൾക്കും പകൽ വെളിച്ചം പോലെ ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. കാരണം അർഫുത്ത് തഅരീഫിലുള്ള പല ബൈത്തുകളും പല ഇബാറത്തുകളും വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ നമുക്ക് മങ്കൂസ് മൗലിദിലും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മങ്കൂസ് മൗലിദ് എഴുതുമ്പോൾ അവലംബിച്ച കൃതികളിൽപ്പെട്ട പ്രധാനപ്പെട്ടൊരു കൃതിയാണ് അർഫുത്ത് തഅരീഫ് ബിൽ മൗലിദി ഷരീഫ് എന്ന് ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ ഒരു അവലംബത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളൊക്കെ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി, തലമുറകളായി നമുക്ക് കൈമാറി കിട്ടിയ ഈ ചരിത്ര സത്യം, അതായത് സൈനുദ്ദീൻ മഖ്ദൂം അവ്വൽ ഒന്നാമനാണ്, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ടവരാണ് മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവ് എന്ന് ഈ ഒരു അവലംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അർഫുത്ത് തഅരീഫിൻ്റെ രചയിതാവായ ബഹുമാനപ്പെട്ട ഇബ്നുൽ ജസരി റഹിമഹുല്ലാ ഈ കിതാബിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യസ്ഥലത്ത് വെച്ച് ഒരു സംഘം ആളുകൾക്ക് ഈ കിതാബ് ഓതി കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ അൽ മുസ്തൽമി റഹിമഹുല്ലാ എന്ന വലിയ പണ്ഡിത ശ്രേഷ്ഠരുമുണ്ടായിരുന്നു. ഈ സൈനുദ്ദീൻ അൽ മുസ്തൽമി റഹിമഹുല്ലാ എന്ന് പറയുന്ന ഈ പണ്ഡിത ശ്രേഷ്ഠർ ഇത് അവിടുത്തെ ശിഷ്യനായ സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനും ഇത് ഓതി കൊടുത്തിട്ടുണ്ട്. സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ശിഷ്യനാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ കബീർ എന്നത് പ്രസിദ്ധമാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ അർഫുത്ത് തഅരീഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തെ മഖ്ദൂമുൽ കബീർ ഇത് വായിക്കാനും ഇത് പരിചയപ്പെടാനും ഇത് കാണാനും ഉസ്താദിൻ്റെ കരങ്ങളിൽ നിന്ന് ഏറെ സാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ കാലങ്ങളായി നമ്മൾ പറഞ്ഞും കേട്ടും പോരുന്ന മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവ് അത് മഖ്ദൂം കബീർ ആണ് എന്നുള്ള ഈ വാമൊഴിയായി നമുക്ക് കൈമാറി കിട്ടിയ ചരിത്ര സത്യത്തെ ഈ ഒരു രേഖ കൂടി ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മങ്കൂസ് മൗലിദ് പോലെയുള്ള നിത്യവും നാം ഓതി വരുന്ന മൗലിദുകളിൽ പറയുന്ന പല കാര്യങ്ങളും ദുർബലമാണെന്നും അതിന് രേഖകളില്ലെന്നും സാധാരണയിൽ മുജാഹിദുകൾ പ്രസംഗിക്കാറുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ നിലപാട് എന്താണ്? അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. നമ്മുടെ മൗലിദുമായി ബന്ധപ്പെട്ട് സുബൈർ സഅദി അൽ അർഷദി ഇവിടെ ഉന്നയിച്ച സംശയം സാധാരണയായി ബിദ്അഇകൾ ചോദിക്കാറുള്ള ഒരു സംശയമാണ്. നമ്മുടെ മുൻഗാമികളായ ഇമ്മത്തുകൾ ഹദീസിൻ്റെ വിഷയത്തിൽ അവർ സ്വീകരിച്ച നിലപാട് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ കൃത്യമായ വിവരണം നമുക്ക് ലഭ്യമാകും. ഹദീസ് നിദാനശാസ്ത്രമനുസരിച്ച് കർമ്മശാസ്ത്ര നിയമങ്ങളും വിശ്വാസകാര്യങ്ങൾക്കുമൊക്കെ അവലംബിക്കുന്ന ഹദീസുകൾ അത്
കൂടുതൽ കണിശതയോടുകൂടെ സ്വഹീഹും ഹസനുമാകുന്ന യോഗ്യമായ ഹദീസുകളാണ് അതിന് പണ്ഡിതന്മാർ സ്വീകരിക്കാറുള്ളത്. അതേസമയം മതനിയമങ്ങൾ പറയപ്പെട്ട വിഷയങ്ങളുടെ പുണ്യങ്ങൾ പറയാം, അതല്ലെങ്കിൽ മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങളും അവരുടെ മഹത്വങ്ങളുമൊക്കെ പറയാൻ വേണ്ടി ഹദീസുകൾ സ്വീകരിക്കുമ്പോൾ അത്ര തന്നെ കണിശതമായ നിലപാട് നമ്മുടെ പണ്ഡിതന്മാർ എടുക്കാറില്ല. ഇത് എല്ലാ ഇമാമിങ്ങളും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു തത്വമാണ്. മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദബിലും സവിസ്തരം ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. വഇന്നമാ യജൂസുൽ ഇഹ്തിജാജു മിനൽ ഹദീസി ഫിൽ അഹ്കാമി ബിൽ ഹദീസി സ്വഹീഹി അവിൽ ഹസൻ. മതനിയമങ്ങൾ പറയുമ്പോൾ സ്വഹീഹ് ഹസന് പോലെയുള്ള യോഗ്യമായ ഹദീസുകളാണ് സ്വീകരിക്കുക. ഫഅമ്മ ളഈഫു ഫലാ യജൂസുൽ ഇഹ്തിജാജു ബിഹി ഫിൽ അഹ്കാമി വൽ അഖായിദി. മതനിയമങ്ങളും വിശ്വാസകാര്യങ്ങളുമൊക്കെ പറയുമ്പോൾ, കർമ്മശാസ്ത്ര നിയമങ്ങളും വിശ്വാസകാര്യങ്ങളും പറയുമ്പോൾ ഒരിക്കലും ബലഹീനമായ ലഈഫായ ഹദീസുകൾ തെളിവിന് സ്വീകരിക്കാറില്ല. ഇത് പറഞ്ഞതിന് ശേഷം ഇമാമുൻ നവവി തങ്ങൾ പറയുന്നു, വതജൂസു റിവായത്തുഹു വൽ അമലു ബിഹി ഫി ഗൈരിൽ അഹ്കാമി കൽ ഖസസി വഫളാഇലിൽ അഅമാലി വത്തർഗീബി വത്തർഹീബ്. മഹാന്മാരുടെ ചരിത്രങ്ങൾ പറയുക, അതുപോലെ നിയമങ്ങൾ പറയപ്പെട്ട ആരാധനകളുടെ മഹത്വങ്ങൾ വിശദീകരിക്കുക, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഈ ഒരു കണിശമായ നിലപാട് സ്വീകരിക്കുകയില്ല. ലഈഫായ ഹദീസുകളും അതിനുവേണ്ടി തെളിവിന് പറ്റും എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ അഭിപ്രായം തദ്രീബുർ റാവിയിലും രേഖപ്പെടുത്തിയത് കാണാം. വദാലിക കൽ ഖസസി വഫളാഇലിൽ അഅമാലി വൽ മവാഇദി വഗൈരിഹാ മിമ്മാ ലാ തഅല്ലുഖ ലഹു ബിൽ അഖായിദി വൽ അഹ്കാം. കർമ്മശാസ്ത്ര നിയമങ്ങളും വിശ്വാസകാര്യങ്ങൾക്കുമൊന്നും ബന്ധമില്ലാത്ത ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ, ചരിത്രങ്ങൾ, മഹാന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ അവിടെ ലഈഫായ ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റും എന്നു പറഞ്ഞതിന് ശേഷം ഈ കാര്യം തുറന്നു പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരെ ഉദ്ധരിക്കുന്നുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇബ്നു മഹ്ദി റളിയല്ലാഹു അൻഹു, ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ. തദ്രീബുർ റാവിയുടെ 1-ാം വാള്യം 351-ാം പേജ്, ശറഹുൽ മുഹദ്ദബിൻ്റെ 1-ാം വാള്യം 59-ാമത്തെ പേജിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അൽ ഖത്തീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഇതേ ആശയം അവിടുത്തെ അൽ ജാമിഉൽ അഖ്ലാഖിർ റാവി വ ആദാബി സാമിഇ എന്ന ഗ്രന്ഥത്തിൻ്റെ 4-ാം വാള്യം 394-ാം പേജിൽ പറയുന്നു. വ അമ്മാ അഖ്ബാറു സ്വാലിഹീന വ ഹികായാത്തു സുഹാദി വൽ മുതഅബ്ബിദീന വ മവാഇദുൽ ബുലഗാഇ വ ഹികമുൽ അദിബ്ബാ ഫൽ അസാനീദു സീന. മഹാന്മാരുടെ ചരിത്രങ്ങൾ, അതുപോലെ സൂഫി ഉദ്ധരണികൾ, പ്രഭാഷണങ്ങൾ, ഇതിലൊക്കെ അതിൻ്റെ സെനതുകൾ പറയുക എന്നത് അത് ഭംഗിയാണ്, പറയൽ നിർബന്ധമില്ല. ഇബ്നു ഹജർ ഹൈത്തം റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മിനഹുൽ മക്കിയയുടെ 1-ാം വാള്യം 180-ാം പേജിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ലി അന്ന ദുഅഫ ഫിൽ ഫളാഇലി വൽ മനാഖിബി ഹുജ്ജത്തുൻ ഇത്തിഫാഖ. മഹാന്മാരുടെ ചരിത്രം പറയുന്ന സ്ഥലങ്ങളിൽ, അതുപോലെ നിയമങ്ങൾ പറയപ്പെട്ട ആരാധനാകർമ്മങ്ങളുടെ മഹത്വങ്ങൾ പറയുന്ന വിഷയത്തിൽ ലഈഫായ ഹദീസുകൾ പോലും തെളിവാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് എതിരഭിപ്രായമില്ല. ഇത്തിഫാഖായി ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത നിലയിൽ തന്നെ അത് സ്ഥിരപ്പെട്ട വിഷയമാണ്. ഈ കാര്യം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മൗലിദുകൾ, മങ്കൂസ് മൗലിദായാലും മറ്റു മൗലിദുകളായാലും
അതിലെല്ലാം ഉള്ള വിഷയങ്ങൾ നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലുമൊക്കെ വളരെയധികം സ്വീകാര്യതയുള്ള സനദുകളോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളാണ്. ഇനി ഏതെങ്കിലുമൊക്കെ ഹദീസുകളെക്കുറിച്ചു തന്നെ ലഈഫാണെന്ന് പറയാനുണ്ടെങ്കിൽ തന്നെ അത് പ്രശ്നമല്ല എന്നാണ് മഹത്തുക്കളായ മുഹദ്ദിസുകൾ, പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതുവരെ നമ്മുടെ ചർച്ച ഒന്ന് സംഗ്രഹിക്കാം. 2 പോയിന്റുകളിലാണ് ഇപ്പോൾ ഇതുവരെ ചർച്ച നടന്നത്. ഒന്ന്, നമ്മൾ വിശകലനം ചെയ്തു കൊണ്ടിരിക്കുന്ന മങ്കൂസ് മൗലിദ്, അതിൻ്റെ മുസന്നിഫ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ആണ് എന്ന് തലമുറകളായി വാമൊഴിയായി കൈമാറി വന്ന യാഥാർത്ഥ്യമാണ്. അതിന് സാഹചര്യ തെളിവുകൾ അദ്ദേഹം തെളിവ് സഹിതം ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി. രണ്ടാമതായി, നമ്മുടെ ചർച്ചയിൽ പ്രധാനമായും കടന്നു വന്നു മങ്കൂസ് മൗലിദ് പോലത്തെ മൗലിദുകളിലൊക്കെ ബിദഈ കക്ഷികൾ പലപ്പോഴും പറയാറുണ്ട് തനി വാറോലകളാണ് അതിലുദ്ധരിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ സ്വഹീഹ് അല്ലാത്ത എല്ലാ ഹദീസുകളെയും, കൂട്ടത്തിൽ ഹസനുല്ലി ദാത്തിഹി, ഹസനുല്ലി ഗൈരിഹി തുടങ്ങിയ വ്യത്യസ്ത ഹദീസുകൾ, അതിനൊക്കെ ഒന്നിച്ച് വാറോലയായി തള്ളുന്ന ഒരു സ്വഭാവം സ്വാഭാവികമായിട്ടും ബിദ്അത്തിൻ്റെ കക്ഷികളിൽ നിന്ന് പലപ്പോഴായി ഉയരാറുണ്ട്. ഈ വിശദീകരണത്തിൽ നിന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യം, പ്രകീർത്തനങ്ങൾ, മദ്ഹുകൾ, അപദാനങ്ങൾ, ഇവയിലെല്ലാം സ്വഹീഹായ ഹദീസ് തന്നെ വേണമെന്നില്ല എന്നാണ് ഹദീസിൻ്റെ പണ്ഡിതന്മാരെല്ലാവരും യോജിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി നമുക്ക് ഈ ടോക്ക് സീരീസിൽ നിന്ന് മനസ്സിലാകുക. ഇനി നമുക്ക് നമ്മുടെ മങ്കൂസ് മൗലിദിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാം. അതിലെ ഓരോ വിഷയങ്ങളും സമർത്ഥിക്കുമ്പോൾ അതിൻ്റെ ആധികാരികത നമുക്ക് ബോധ്യപ്പെടും ഇൻഷാ അല്ലാഹ്.